ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മാഡ് സിറ്റി ഗെയിമർ. അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്നത് ഒരു പുതിയ ഗെയിമായിട്ടാണ്. പുതിയ ഗെയിം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പേര് ഹൗസ് ഡിസൈനർ. അതായത് സിമ്പിളായിട്ട് പറഞ്ഞാൽ നമ്മളൊരു പഴയ തുരുമ്പിച്ച വീട് മേടിക്കുന്നു, ഫുൾ ക്ലീൻ ആക്കുന്നു, നമ്മളത് ഓണർക്ക് കൈമാറുന്നു. അതാണ് സിമ്പിൾ ഗെയിമാണ്, ബട്ട് ഇൻട്രസ്റ്റിംഗ് ഗെയിമാണ്. അതാണ് കിടിലൻ ഗെയിമാണ്. ഇങ്ങനെ കളിച്ചിരിക്കാൻ നല്ല രസമാണ്. നിങ്ങൾക്കിപ്പോൾ ഈ വിഷ്വൽ കണ്ടാൽ തന്നെ മനസ്സിലാവും, നല്ല കിടിലൻ. അത്യാവശ്യം ഗ്രാഫിക്സ് ഒക്കെ ഉണ്ടല്ലേ, അത്യാവശ്യം ഗ്രാഫിക്സ് ഒക്കെ ഉണ്ട്. അത്യാവശ്യം കളിച്ചിരിക്കാൻ പറ്റുന്നൊരു ഗെയിമാണിത്. പിന്നെ ഈ വേലി വിട്ട് നമുക്ക് പുറത്തോട്ട് പോകാൻ പറ്റില്ല കേട്ടോ. ഈ വേലി വരെ നമുക്കിങ്ങനെ കറങ്ങി നടക്കാം. പിന്നെ ഇപ്പം നിങ്ങൾക്ക് ഇവിടെ നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും, കണ്ടില്ലേ, എന്താ വീട് ഫുള്ള് ചപ്പൻ ചവറും കണ്ടാ, ഫുള്ള് ചപ്പൻ ചവറൊക്കെ ആയിട്ട് കിടക്കുന്ന കണ്ടോ. നമുക്ക് ഏതെങ്കിലും ഈ വിൻഡോസ് ഒക്കെ ഒന്ന് തുറത്തരാം. അപ്പോൾ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത മച്ചാൻ വരാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തോ. പിന്നെ ലൈക്ക് ചെയ്യാത്ത മച്ചാൻ വരാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് നിങ്ങൾക്കറിയാവുന്ന ഒരു ഗെയിമും കൂടെ താഴെ കമന്റ് ചെയ്തോ. നമുക്ക് അടുത്തായിട്ട് ആ ഗെയിം കളിക്കാം. ഓക്കെ, ആൻഡ് ഷെയർ ചെയ്യാത്ത മച്ചവരുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് അറിഞ്ഞും പറഞ്ഞ് ഷെയർ ചെയ്തോ. നമ്മുടെ വ്യൂസ് ഒക്കെ വളരെ കുറവാണ്, നിങ്ങളുടെ സപ്പോർട്ട് നമുക്ക് വേണം. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ഇനി മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഓക്കെ, നമുക്ക് ഏതെങ്കിലും നേരെ വീഡിയോയിലോട്ട് പോകാം. ഓക്കെ ബാ. പിന്നെ നമുക്ക് ഫസ്റ്റ് വേണ്ടില്ല, ഇവിടെ കുറെ സാധനങ്ങൾ കിടപ്പുണ്ട്. ഇതൊക്കെ എന്താണെന്ന് നമുക്ക് പോലും അറിയില്ല. ഓ, ബാക്ക് സൈഡ് കൊള്ളാം. ഓക്കെ, കണ്ടില്ലേ, ബാക്ക് സൈഡ് കുറച്ച് ക്ലീൻ ഉണ്ട്. ഇതല്ല, ഇത് ഈ സൈഡ് കണ്ട, ഇത് കുറച്ച് ക്ലീൻ ആണ്. ഓക്കെ, അപ്പം നമുക്ക് ഏതെങ്കിലും വിൻഡോസ് ഒക്കെ ഒന്ന് തുറക്കണം. അതുകൊണ്ട് നമുക്ക് ബാക്കി നോക്കാം. ഓക്കെ, ഇത് തുറന്നാണോ? ഇത് തുറന്നാണ് ഗൈസ്. ഇപ്പോൾ നമുക്കിനി അടുത്തായിട്ട് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കിതൊക്കെ കളയണം, സെല്ല് ചെയ്യണം. അപ്പോൾ അതിനകത്ത് സെല്ല്. ഓക്കെ, അപ്പോൾ നമുക്ക് എല്ലാം സെല്ല് ചെയ്യണം. ഓക്കെ, പഴയതും പുതിയതും എല്ലാം ഫുള്ള് സെല്ല് ചെയ്യണം, മുഴുവൻ സെല്ല്. ഇതെന്താ സെല്ലാവട്ടെ, സെല്ലവിടെ. ഓക്കെ, ചെറിയ ബട്ടനാണ്. ഓക്കെ, അതുകൊണ്ട് കാണാൻ പറ്റത്തില്ല, കാണാൻ പോലും പറ്റാത്ത ചെറിയ ബട്ടനാണ് ഇവന്മാർ കൊടുക്കുന്നത് എല്ലാം. ഇപ്പൊ തന്നെ ഇത് കണ്ടില്ലേ, താഴെ സെല്ല്. സ്റ്റോക്ക് നമുക്ക് ആവശ്യമില്ല. കണ്ടില്ലേ, വളരെ മൈന്യൂട്ട് ബട്ടൺസ് ആണ് ഇവർ കൊടുക്കുന്നത്. അത് മറ്റിച്ചിരി വലിയ ബട്ടൺ കൊടുക്കുവാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റുമായിരുന്നു. വേസ്റ്റ് നമുക്ക് അകത്തുനിന്ന് സെല്ല് ചെയ്യാം, പുറത്തുനിന്ന് സെല്ല് ചെയ്യാന്നൊക്കെ കഴിഞ്ഞാൽ അതൊക്കെ വേസ്റ്റ് ആണ്. ഓക്കെ, അകത്തുനിന്ന് നമുക്ക് സിമ്പിളായിട്ട് കളയാൻ പറ്റുന്നുണ്ട്. ആൻഡ് ഓ മൈ ഗോഡ്, ഓഫ്, എന്തൊരു ദാരിദ്ര്യം പിടിച്ച കക്കൂസാണത്. ഞാൻ പറയുകയാണെങ്കിൽ എല്ലാ വീട്ടിലും ക്ലീൻ ആയിട്ട് വേണ്ട ഒരേ ഒരു സാധനം കക്കൂസാണ്. കാരണം ഇപ്പോഴത്തെ ഒരു സാഹചര്യം വെച്ച് നമുക്ക് പുറത്തു പോയി തൂറാൻ പറ്റത്തില്ല. ഉള്ളവരല്ലേ, മൂട്ടിൽ പാമ്പ് കടിയും, പിന്നെ തൂറാൻ പോയിട്ട് ഇരിക്കാൻ പോലും പറ്റത്തില്ല. അതുകൊണ്ട് എല്ലാ വീട്ടിലും എപ്പോഴും ക്ലീൻ ആയിരിക്കേണ്ട ഒരേ ഒരു സാധനം കക്കൂസാണ് എന്ന് ഞാൻ പറയുള്ളൂ. ഓക്കെ, നമുക്ക് ഏതായാലും ഇത് രണ്ടും കളയാം, ഇതും കളയാം. ആൻഡ് ഇപ്പൊ മഴ സമയമൊക്കെയാണ്, അപ്പൊ എല്ലാരും സേഫ് ആയിട്ടിരിക്കുക. ഓക്കെ, പറഞ്ഞേ. ഓക്കെ, ഇവിടെ എല്ലാം തടി കൊണ്ടുള്ള സാധനമാണ് തോന്നുന്നത്, തടി കൊണ്ടുള്ള സാധനം. എൻ്റെ വീട്ടിലും അതെ, ഫുള്ള് തടി കൊണ്ടുള്ള സാധനമാണ്. അലമാരയാണെങ്കിലും ഡോറാണെങ്കിലും ഈവൻ കട്ടിലാണെങ്കിലും എല്ലാം തടി കൊണ്ടുള്ള സാധനം. ഇതൊക്കെ എന്തോ ഒരു കാര്യമില്ലാത്ത ഒരു ഉപയോഗമില്ല സാധനം. ഓക്കെ, അപ്പൊ നമ്മൾ എല്ലാ സാധനങ്ങളും കളഞ്ഞിട്ട്. ആൻഡ് മെയിൻ ട്വിസ്റ്റ് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മൾ ഈ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ വീട് നമ്മുടെ സ്വന്തം വീടാണ്. മനസ്സിലായില്ലേ? ഓൺ ഹൗസ്, നമ്മുടെ ഓൺ ഹൗസ് ആണ് നമ്മളിപ്പോൾ ഈ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്ത് ദാരിദ്ര്യമാണ് ഇതൊക്കെ! എന്തുവാ ഇതെന്താ ചുടുകട്ടൊക്കെ? അതെ, ഇതൊക്കെ എന്തുവാ? ഇതെന്താ സൈക്കിളിന്റെ പാർട്ടൊക്കെ? ഇതെന്താ ആക്രി കച്ചവടം ഇവിടെ നടന്നു? നമ്മൾ ആക്രി വിൽക്കുന്ന ആളാന്ന് തോന്നുന്നു കേട്ടോ. എന്താണ് ഉണ്ടോ തമ്പുരാനറിയാം. ഇതൊക്കെ എങ്ങനെ ക്ലീൻ ചെയ്യും? ഇതാണോ ക്ലീൻ ചെയ്യുന്നത്? ഓക്കെ, ട്രാഷ് എന്ന് പറഞ്ഞ ഒരു ബട്ടൺ ഇവിടെ ഉണ്ട്, ടേക്ക് ട്രാഷ്. ഓക്കെ, നമുക്ക് ഇത് ഫുള്ള് ക്ലീൻ ചെയ്യണം. എന്താ പോലെ എന്തോടാ, അത്യാവശ്യം സമയം പോകുന്നൊരു ഗെയിമാണ് ഗെയ്സ് ഇത്.
ഓക്കെ, ഫിനിഷ്. ഇല്ല ഫിനിഷ് ഇല്ല. ഈ വെസ്റ്റ് നമ്മൾ ഭയങ്കര സ്പീഡിലാണ് കേട്ടോ ഓടുന്നതൊക്കെ. ഒളിമ്പിക്സിൽ ഓടാൻ പോകുന്ന പോലെ നമ്മൾ വീട്ടിൽ കൂടെ കൊടുത്തത്. വളരെ വൃത്തികേടായിട്ടാണ് നമ്മുടെ വീട് കിടക്കുന്നത്. ഓക്കെ, ഓ ഈ ടൈപ്പ് ഓഫ് ഇത് കളയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് യൂസ് ചെയ്യുന്നത്, ക്ലീൻ. ഓക്കെ, ഓ ഏതായാലും കക്കൂസ് വേറെ വലിയ എന്താ പറയുക ചെളി പിടുത്തൊന്നുമില്ല. അതായത് നമ്മൾ ഉപയോഗിക്കുന്ന സാധനം കഴുകാറില്ലെന്നേ ഉള്ളൂ. പക്ഷെ അതും ക്ലീൻ ആക്കണം കഴിച്ച്. ഞാൻ പറഞ്ഞില്ലേ എല്ലാ വീട്ടിലും ക്ലീൻ ആയിരിക്കേണ്ട ഒരു സാധനമാണ് കക്കൂസ്. ഇവൻ നിങ്ങളാണ് ഹോസ്റ്റലിൽ നിൽക്കുന്നവരാണെങ്കിലും നിങ്ങൾ സ്വന്തം കക്കൂസ് കഴുകാൻ നോക്കണം. അങ്ങനെയാണ് ചെയ്യേണ്ടത്. ഓക്കെ, നമുക്കിത് ഫസ്റ്റ് നമുക്ക് കക്കൂസിൽ നിന്ന് തന്നെ തുടങ്ങാം. ആൻഡ് മെയിൻലി ഇവിടെ ഒരു ലൈറ്റ് ഇല്ല, ഒരു ഫാനില്ല, ഒന്നുമില്ല. ഈവൻ ബെഡാണെങ്കിൽ പോലും ഇവിടെ ചുമ്മാ നിലത്ത് വിരിച്ചതാണ്, ഒരു കട്ടിൽ പോലും ഇല്ല. എന്തൊരു ദാരിദ്ര്യം നമുക്ക്, വളരെ ദാരിദ്ര്യം നമുക്ക്. ഇത്രയും ദാരിദ്ര്യം ഞാൻ വേറെ ആർക്കും കണ്ടിട്ടില്ല. ശോ, നമുക്ക് ഏതായാലും ഫസ്റ്റ് ഓഫ് ഓൾ കക്കൂസിൽ നിന്ന് തന്നെ തുടങ്ങാം. നമുക്ക് ടൈലും ഈ പെയിന്റും മാറ്റാം. റൂഫ് ചേഞ്ച് ചെയ്യണമെന്നാ എനിക്ക് തോന്നുക. അത് ചേഞ്ച് ചെയ്യണ്ട, ഈ 4 മൂലയും ടൈലും ചേഞ്ച് ചെയ്യാം നമുക്ക് ഫസ്റ്റ്. ഓക്കെ, പിന്നെ അതെവിടെ നിന്ന് മേടിക്കും? ഇതാണോ? ഇതിന് ഇത് പെയിന്റാണിത്. ഓക്കെ, പെയിന്റ് സെക്ഷൻ ഉണ്ട്. ആൻഡ് ടൈൽ സെക്ഷൻ വന്നു. ഇതല്ലല്ലോ കക്കൂസിലിരുന്ന ടൈല്. അത് ഇവിടെയല്ല. അത് എവിടെയാണെന്ന് ചോദിച്ചാൽ ഇവിടെയാണ്. ഇവിടെ അല്ല. ശരി, കിട്ടി. ഇവിടെ തന്നെ. സോ ഇവിടെ ഫസ്റ്റ് ഓഫ് ഓൾ ബാത്ത് ടബ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് വേണ്ടത് ഒരു ബാത്ത് ടബ്, ഒരു കക്കൂസ്, പിന്നെ വാഷ് ബേസിൻ. ഇതാണ് നമുക്ക് വേണ്ടത്. നമ്മൾ ടൈലല്ലേ അന്വേഷിച്ചു വന്നത്? അതേല്ലോ, ടൈലല്ലേ നമ്മൾ അന്വേഷിച്ചു വന്നത്. അപ്പൊ അതിവിടെ തന്നെ വന്ന സാധനം മാറിപ്പോയി. ഇവിടെ ഈ കക്കൂസ്, ഇത് കക്കൂസിലിടുന്ന സാധനം അല്ല. ഇതാണ് കക്കൂസിലിടുന്ന സാധനം. നമുക്ക് ഈ മേള് ഈ സാധനം കണ്ട് മനസ്സിലായില്ലാത്ത ഇതാണ് കക്കൂസിലിടുന്ന ടൈല്. അപ്പൊ ഏതാ നമുക്ക് നല്ലൊരു സാധനം എടുക്കാം. നമുക്ക് ഇതെടുത്തോട്ടെ. അപ്ലൈ. കുഴപ്പമില്ല അല്ലേ? അപ്ലൈ കുഴപ്പമില്ല, നൈസ്, കുഴപ്പമില്ല. നമുക്ക് നീറ്റായി ഇരുന്നാൽ മതി. നമുക്ക് വർണ്ണ വിവേചനമൊന്നുമില്ല. ഈ ഇല്യൂഷനകത്ത് കയറിയ പോലെ ഉണ്ട്. ഇതെന്തോ കുഴപ്പമില്ല, കുഴപ്പമില്ല, നീറ്റായി ഇരുന്നാൽ മതി. അപ്പൊ ഇതൊക്കെ ധാരാളം മതി. ആൻഡ് ലൈറ്റ്, നമുക്ക് ലൈറ്റ് വേണം. നമുക്ക് ലൈറ്റ് ഇല്ല ഇവിടെ. നമുക്ക് ലൈറ്റ് വയ്ക്കാം. ഒരു ചെറിയ ലൈറ്റ് മതി. നമുക്ക് വലിയ ആർഭാട ലൈറ്റ് ഒന്നും വേണ്ട, ചെറിയ ലൈറ്റ് മതി. ഈ ചെറിയ ലൈറ്റ് എവിടെ നിന്ന് കിട്ടും? ഇവിടെ മറ്റേ സാധനം പെടുതേ, ഈ പണ്ടത്തെ കാലത്ത് ഇങ്ങനെ തൂക്കി പിടിച്ചോണ്ട് പോണേ വിളക്ക് ഇങ്ങനെ തൂക്കി പിടിച്ചോണ്ട് പോണ വിളക്കില്ല, അതൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. ഇതൊക്കെ ഒരു ഫാന്റസിക്ക് വേണമെങ്കിൽ വെക്കാവുന്ന ഒരു ഐറ്റമാണ് ഇതൊക്കെ. നമുക്ക് ഈ സ്ക്വയർ ലാമ്പ് എടുക്കാം. കാപ്പി ജ്വലിച്ച് നിൽക്കോ ആവോ? സെറ്റ്. ഇതിനകത്ത് വേറൊരു ഐറ്റം ഉണ്ട്, ഞാൻ അത് കാണിച്ചു തരാം. ഇപ്പൊ നമുക്ക് ഇത് മാത്രമല്ല, നമുക്കൊരു സ്വിച്ചും കൂടി ആവശ്യമുണ്ട്. സോ ഈ സ്വിച്ച് എടുത്ത് പുറത്ത് വന്നതാ, കണ്ടില്ലേ? സ്വിച്ച് ഇവിടെ വെച്ചു. എന്നിട്ട് ഈ സെക്ഷനിൽ പോയി ഇത് കണ്ടോ? അല്ലോ, ഇതല്ല, സോറി, ഇത് കണ്ടോ? അയ്യോ, ഇതുമല്ല, മാറിപ്പോയി. ഇത് സെലക്ട് സ്വിച്ച് കൊടുക്കണം. സെലക്ട് സ്വിച്ച് കൊടുത്തിട്ട് അതേ സാധനം തന്നെ ഇവിടെ കൊടുക്കണം. കണ്ടോ? കണക്ട് ടു സ്വിച്ച് എന്ന് പറഞ്ഞ ഓപ്ഷൻ കണ്ടോ? ഞെക്കി, കണ്ടോ? ഇപ്പൊ ഇതുമായിട്ട് കണക്ട് ആയി കിടക്കുന്നുണ്ടോ? ഇനി ഇവിടെ വന്നിട്ട് ഇപ്പൊ കണ്ടോ സ്വിച്ച് ഓൺ ആയത്? ഓഫ്, ഓൺ, ഓഫ്. നമ്മൾ വെച്ച സ്വിച്ച് തലതിരിഞ്ഞ് പോയി. സോറി, നമുക്കതൊന്ന് തിരിച്ചു വെക്കണം. നമ്മൾ വെച്ച സ്വിച്ച് തലതിരിഞ്ഞ് പോയി ഗൈസ്. ഇത് ഇങ്ങനെ പറ്റുള്ളോ? ഇത് തിരിക്കാൻ പറ്റത്തില്ലേ? നമ്മൾ വെച്ച സ്വിച്ച് തലതിരിഞ്ഞു പോയി. ഇപ്പൊ ഇവിടെ
ഓണാക്കുമ്പോൾ ഓഫാവും, ഓഫാക്കുമ്പോൾ ഓണാവും. അങ്ങനെയാണ് ഇവിടെ കിടക്കുന്നത്. കുഴപ്പമില്ല, പറഞ്ഞാൽ മതി. എടാ ഇത് തിരിക്കാൻ പറ്റത്തില്ലെന്ന് എനിക്ക് തോന്നുന്നേ. പിന്നെ ഇതിങ്ങനെയാണോ? കണ്ടോ, ഇതിപ്പോ നിങ്ങൾ കണ്ടോ, ഓഫായി കിടക്കുമ്പോൾ ഓണാവും. കണ്ടോ? അല്ലല്ലോ, ഓഫാണല്ലോ. സെലക്ട് സ്വിച്ച്, ഡിസ്കണക്ട് കൊടുത്ത് ഇനി ഈ സാധനം ഓഫാക്കി. ഇപ്പൊ ഇവിടെ ഓഫല്ലേ, ഓഫ് സ്വിച്ച്. സ്വിച്ച് സെലക്ട് ചെയ്യണം. ഓക്കെ. നമ്മൾ കണക്ട് ചെയ്തതിന്റെ പ്രശ്നമാണ്. ഓക്കെ, വേറെ ഒന്നുമല്ല. ഇപ്പോഴാണ് ശരിയായത്. കണ്ടോ? ഇത് മതി, നമുക്ക് അവരോട് പറയാം. ഓക്കെ, ഇത് മതി. ഓഫ് ആക്കുമ്പോൾ ഓണാകുമ്പോൾ ഓഫാവും. കുഴപ്പമില്ല, അത് മതി. അഡ്ജസ്റ്റ് ചെയ്യാം, കുഴപ്പമില്ല, അത് മതി. നമുക്കിപ്പോ വലിയ ആർഭാടമൊന്നും നമുക്ക് ആവശ്യമില്ല, ഇത് മതി, ധാരാളം. നമുക്ക് ബാത്ത് ടബ് മേടിക്കാം. ഏത് ബാത്ത് ടബ്? ഇതെല്ലാം ഒന്നാണല്ലോ. ഇതിനകത്ത് എന്താ വ്യത്യസ്തത? ബാത്ത് ഹെവൻ, ബാത്ത് ഓയേസോ, എന്ത് പറയുന്നത്? നമുക്ക് ബാത്ത് ഹെവൻ അല്ലാതെ ഉണ്ട്. സെറ്റ്. ഞാൻ പറയാൻ മറന്നുപോയി,